ഇതിന് തൊട്ട് മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് അവരുടെ ഒരു 2 ദിവസത്തെ ടൂർ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങളോട് പറയാനുള്ളത്, വയനാട്ടിൽ വരുമ്പോൾ നിങ്ങളൊരു പ്ലാൻഡ് ആയിക്കൊണ്ട് വയനാട്ടിലേക്ക് യാത്ര വരിക. ഇവിടെ മറ്റു ഡെസ്റ്റിനേഷനുകൾ പോലെയല്ല. ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ലോങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടീംസിന്റെ നമ്പറാണിത്. ഇവർക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള താമസം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു യാത്രാ പ്ലാൻ എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വടക്കേ വയനാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 1 ഡേ ട്രിപ്പ് ആദ്യമേ പറയാം. നിങ്ങളൊരു 3 ഡേ വയനാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ വരുന്നവരാണ് എങ്കിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു 2 ഡേ പ്ലാൻ. അതായത് വയനാടിന്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഏകദേശം 80% ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും കിടക്കുന്നത് കൽപ്പറ്റ, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി, വൈത്തിരി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. അതിന്റെ ഒരു 2 ഡേ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. പടിഞ്ഞാറത്ര, ബാണാസുര അടക്കമുള്ള പ്ലേസുകൾ. ഇനി പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു ഡേ കൂടി ഉണ്ടെങ്കിൽ നോർത്ത് വയനാട് കൂടി നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റേ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ വരുന്നത് കണ്ണൂരിന്നോ അതല്ല മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ അതിരാവിലെ വയനാട്ടിലേക്ക് എത്തുക. പ്രത്യേകിച്ച് നോർത്ത് വയനാട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ മാനന്തവാടി ഭാഗത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുക. അല്ലെങ്കിൽ പനമരം റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ സ്റ്റേ ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു 1 ഡേ കൊണ്ട് നിങ്ങൾക്ക് കറങ്ങി തീർക്കാൻ പറ്റുന്ന 3 ഡെസ്റ്റിനേഷനുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒന്ന്, ആദ്യം നിങ്ങളുടെ സ്റ്റേ മാനന്തവാടിയിലോ അല്ലെങ്കിൽ പനമരത്തോ അതല്ലെങ്കിൽ ആ ഒരു ടെറിട്ടോറിയലിലാണെങ്കിൽ നിങ്ങൾ ആദ്യം പോവേണ്ട സ്ഥലം കുറുവാദ്വീപ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്കറിയാം, കുറുവാദ്വീപ് എങ്ങനെ വന്നു കഴിഞ്ഞാലും വയനാട്ടിൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുറുവാദ്വീപ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോ വയനാട്ടുകാർക്ക് അത്ര സുപരിചിതമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നഗരത്തിന്റെ ആ ഒരു വിങ്ങലുകളിൽ നിന്നെല്ലാം നമ്മൾ ഒരു എന്താ പറയാ, ഒരു പച്ചപ്പിന്റെ ലോകത്തേക്ക്, ശുദ്ധമായി കിട്ടുന്ന ഒരു ലോകത്തേക്ക്, അതല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഇരിക്കാൻ പറ്റുന്ന, കാറ്റ് കൊള്ളാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കുറുവാദ്വീപ് എന്ന് പറയുന്നത്. കബനി നദിയിൽ തന്നെ ഒരുപാട് ദ്വീപുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വയനാടിന്റെ അട്രാക്ഷനുകളിൽ ഒന്നാണ് കുറുവാദ്വീപ്. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് കഴിയും. ഈ കുറുവാദ്വീപിൽ നമ്മൾ എത്തുമ്പോൾ തന്നെ ചെറിയ ടിക്കറ്റുകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മളൊരു ചങ്ങാട്ടത്തിൽ അവർ കയറ്റി, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ചങ്ങാട്ടമാണ്, അതിൽ കയറ്റി കുറുവാദ്വീപിന്റെ അകത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരുപാട് ദ്വീപുകൾ നമുക്ക് മനോഹരമായിട്ട് അവിടെ കാണാൻ കഴിയും. കുട്ടികൾക്ക് കളിക്കാനുള്ള, വെള്ളത്തിൽ കളിക്കാനുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന്റെ ചില റെസ്ട്രിക്ഷൻസുകളൊക്കെ പാലിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അത് വടക്കേ വയനാട് ഭാഗത്ത്, അതായത് ഏകദേശം മാനന്തവാടിയിൽ നിന്ന് ഒരു 30 കിലോമീറ്ററിനുള്ളിൽ എത്തിപ്പെടാൻ പറ്റുന്ന മെയിൻ അട്രാക്ഷനുകളിലൊന്നാണ്. മനുഷ്യവാസമില്ലാത്ത, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഒരുപാട് പൂക്കൾ, ഒരുപാട് പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുറുവാദ്വീപ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് പക്ഷിപാതാളം, അതേപോലെ തന്നെ തൊഴിൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ 2 ഡെസ്റ്റിനേഷനുകളും അത്യാവശ്യം കുറുവാദ്വീപിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ട്. കൽപ്പറ്റയിൽ നിന്നാണെങ്കിൽ ഏകദേശം പക്ഷിപാതാളത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 60 കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. ഇനി സുൽത്താൻ ബത്തേരി ഭാഗത്താണെങ്കിൽ ഏകദേശം 75 കൂടുതൽ കിലോമീറ്ററിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ടൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ മാനന്തവാടി, പനമരം, അതല്ലെങ്കിൽ മാനന്തവാടി ടെറിട്ടറിയിൽ എവിടെയെങ്കിലുമാണ് നമ്മുടെ താമസമെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന 3 സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി പക്ഷിപാതാളത്തിൽ എന്താണ് നമുക്ക് കാണാനുള്ളത് നോക്കാം. പക്ഷിപാതാളം എന്ന് പറയുന്നത് സത്യത്തിൽ കർണാടകത്തിലെ കൊടക് ജില്ലയുടെയും അതുപോലെ തന്നെ വയനാടിന്റെ ബൗണ്ടറിയുമാണ് പക്ഷിപാതാളം എന്ന് പറയുന്നത്. അതിമനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷിപാതാളം. ഇവിടേക്ക് സന്ദർശകരുടെ ഒഴുക്ക് മറ്റ് ഡെസ്റ്റിനേഷനിൽ അത്ര ഇല്ല എങ്കിലും വളരെ നമ്മൾ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. ബ്രഹ്മഗിരി കുന്നുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്.
അത് മാത്രവുമല്ല, പക്ഷിപാതാളത്തേക്ക് നമ്മൾ പോകുമ്പോൾ മാനന്തവാടിയിൽ നിന്ന് പക്ഷിപാതാളത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വനാതിർത്തിയിലൂടെയുള്ള യാത്രയാണ്, മനോഹരമായിട്ടുള്ള യാത്രയാണ്. കാട്ടുപൂച്ചകൾ, കടുവകൾ, അതേപോലെ തന്നെ ആനകൾ തുടങ്ങിയ ഒരുപാട് പുള്ളിമാനുകളൊക്കെ ഭാഗ്യമുള്ള ആളുകൾ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷിപാതാളത്തേക്ക് നിങ്ങൾ പോകുന്ന സമയത്തിൽ ഒന്നുകിൽ കുറച്ച് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തിലേക്കോ ഇത് പ്ലാൻ ചെയ്തിട്ട് പോകാവുന്നതാണ് രണ്ടാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പക്ഷിപാതാളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ്, ഇവിടെയും നമുക്ക് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തോൽപ്പെട്ടിയിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 സമയത്താണ് അവിടെ അവരുടെ വാഹനത്തിൽ, അതായത് വനം വകുപ്പിന്റെ വാഹനത്തിലുള്ള ട്രക്കിംഗ് ഉള്ളത്. ഈ 2 സമയം എന്ന് പറയുന്നത്, ഒന്ന് രാവിലെ 7 to 9 o'clock ആണ്, വൈകിട്ട് 3 to 5 o'clock ഇൻ ബിറ്റ്വീൻ ആണ് അവിടെയുള്ള ഈ നമ്മളെ ആ തുറന്ന ജീപ്പിൽ അവര് കാട് കാണിക്കാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നത് 2000 rupees ആണ് ചാർജ്. അത് ഒരാളാണെങ്കിലും 5 പേരാണെങ്കിലും ആ ഒരു ജീപ്പിന്റെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ചാർജാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടമാണ്, അത്തരത്തിലുള്ള ഒരു സ്ട്രെങ്ത്തുള്ള ഒരു ടീമാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വടക്കേ വയനാട്ടിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പെട്ട ഒന്നാണ്. അപ്പൊ 3 ദിവസത്തെ ടൂറാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ എന്റെ മുമ്പത്തെ വീഡിയോ കൂടി കാണുക. നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മലപ്പുറം, പാലക്കാട്, അതായത് കോഴിക്കോട് ജില്ല ടച്ച് ചെയ്ത് വയനാട്ടിലേക്ക് വരുന്നവർ വളരെ നേരത്തെ എത്തുക. അതല്ലെങ്കിൽ തലേ ദിവസം വന്ന് മാനന്തവാടി ഈ ടെറിട്ടറിയിൽ എവിടെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേ അറേഞ്ച് ചെയ്യുക. ഒരിക്കലും ബത്തേരി ഭാഗത്തേക്കോ അല്ലെങ്കിൽ കൽപ്പറ്റ ഭാഗത്തേക്കോ വടക്കേ വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ അവരെ സ്റ്റേ എടുക്കരുത്. കാരണം പിറ്റേന്ന് രാവിലെ നിങ്ങൾ പക്ഷിപാതാളാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ബത്തേരിയിൽ നിന്ന് 75 കിലോമീറ്റർ കൂടുതൽ അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുണ്ട്. അത് ബുദ്ധിമുട്ടായി തീരും. ഇനി ഈ വടക്കേ വയനാട്ടിൽ ഈ ഒരു 3 ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞത് മെയിൻ അട്രാക്റ്റഡ് ആയിട്ടുള്ള 3 ഡെസ്റ്റിനേഷനുകളാണ്. ഇത് കൂടാതെ ഓപ്ഷണലായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വടക്കേ വയനാട്ടിൽ കാണാനുണ്ട്. തിരുനെല്ലി ക്ഷേത്രം എല്ലാവർക്കും അറിയുന്നതാണ്. തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതേപോലെ ബാവലിയിലേക്കൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് മനോഹരമാണ്. നമ്മൾ അത്രത്തോളം മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന സ്ഥലത്തൂടെയാണ് ബാവലിയിലേക്കൊക്കെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മാവലി കുറെ പണിക്ക കോളനികൾ, അതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല തേനുകൾ കിട്ടും അവിടെ. അതേപോലെ തന്നെ വയനാട്ടിലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ മക്കിയാട്, മീൻമുട്ടി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡെസ്റ്റിനേഷനുകൾ വടക്കേ വയനാടിനെ സമ്പന്നമാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഒരു ദിവസം, അതായത് ഇതൊരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ വടക്കേ വയനാടിനെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്കുള്ളതാണ്. ഇനി ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ വയനാട്ടിൽ ട്രക്കിംഗ് സ്പോട്ടുകൾ, അതായത് ചെമ്പ്രമല ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചെമ്പ്രമലയിലേക്കൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് പോകുന്നതിന്. അതൊക്കെ ഡീറ്റെയിൽഡ് അടക്കം എങ്ങനെയാണ്, എത്ര മണിക്കാണ് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ അടക്കമുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ സക്സസ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.